ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടൊരു ഫ്രൂട്ട്സ് തയ്യാറാക്കാനാണ് ഇരുന്നത്. എനിക്ക് ഒരു ഏത്തപ്പഴം ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വരിക്കച്ചക്ക ഇന്ന് എനിക്ക് രാവിലെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇത്തപ്പുറേ കിട്ടിയുള്ളൂ. പക്ഷേ അതിനെ ഞാൻ അതിൻ്റെ ചുളകൾ കട്ട് ചെയ്ത് അതൊന്നെടുത്ത് ഒരു ഏത്തപ്പഴം കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് പാല് ഉണ്ട്, പിന്നെ എഴുതിയിരിക്കുന്നത് ശർക്കരപ്പൊടി നിലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതിൻ്റെ ബാക്കി ശർക്കരപ്പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിന്നൊരു സംഭവം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ ശർക്കര ഉരുക്ക് അരിച്ചെടുക്കുക. അരക്കവറ് പാലുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് പൊട്ടിച്ച് വീഴ്ത്തി ഒന്ന് ചൂടായി വരട്ടെ. പാലൊന്ന് ചൂടായതിന് ശേഷം പാലൊന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായിട്ടുണ്ട്, അധികം തിളയ്ക്കണ്ട. അതിന് മുന്നേ നമുക്ക് ഈ ശർക്കര ഉരുക്കിയതൊന്ന് ചൂടോടെ തന്നെയാണ് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ഹസ്ബൻഡ് ജോലിക്ക് പോയി, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കണില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനെ ഓരോ സ്വീറ്റ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പണ്ട് എൻ്റെ കൊച്ചു മക്കളൊക്കെ ആയിരുന്നപ്പം, എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പം ഞാൻ ചെറിയ ചെറിയ നട്ട്സ് ഇങ്ങനെയുള്ള അക്കരപ്പാനി ആഡ് ചെയ്തു. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇതിൽ 2 ഐറ്റമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ആക്കാം. നമുക്ക് ഇതായിട്ടുണ്ട്, അധികം വേവണ്ട. നമുക്കിത് നോക്കട്ടെ, നിങ്ങളെ ഒന്ന് കഴിച്ച് കാണിക്കാം. ഇതാ ചക്കയും ഏത്തപ്പഴവുമാണ്. നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചക്ക നല്ലൊരു ക്വാണ്ടിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചക്ക. പക്ഷെ ഇപ്പോൾ കുറക്കാനായിട്ട് നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ താഴെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്,